നമ്മൾ 2024 ഡിസ്കസ് ചെയ്ത സമയത്ത് വന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ്. ദെൻ ഫസ്റ്റ് 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും 2024 എല്ലാ ചോദ്യങ്ങളും ഇല്ലായിരുന്നു. 6 ചോദ്യങ്ങൾ തന്നിട്ട് 5 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യായിരുന്നു. ദെൻ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓപ്ഷൻസ്, അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് പൊളിറ്റിക്കൽ സയൻസ് ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, ദെൻ നമ്മുടെ സോഷ്യോളജി ആവട്ടെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്കിന് ഇപ്പോൾ ഓപ്ഷൻ ഇല്ല. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ദെൻ ജനസംഖ്യാശാസ്ത്രം എന്നുള്ളത് നിർവചിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജനസംഖ്യാശാസ്ത്രം നിർവചിക്കുക എന്നുള്ളത്, ജനസംഖ്യാശാസ്ത്രം നിർവചിക്കാനൊന്നുമില്ല, ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തെയാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയപ്പെടുന്നത്. സിമ്പിളായിട്ട് ഇത് ജനസംഖ്യാശാസ്ത്രം. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തെയാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയാം. ആ ഒരു മൈൻഡിൽ അതൊന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി. ജനസംഖ്യയെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട്, ജനസംഖ്യയുടെ വളർച്ച, ജനസംഖ്യയുടെ ഘടന, ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതാണ് ജനസംഖ്യാശാസ്ത്രം. ഈ വർഷം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് വിവിധ തരം ജനസംഖ്യാശാസ്ത്രങ്ങൾ, ടൈപ്പ് ഓഫ് ഡെമോഗ്രഫി. ഇത് ഞാൻ വെട്ടാൻ കാരണം ഇത് ചോദ്യം വരും 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ. ദെൻ 2024 ഈ ചോദ്യം വന്നിരുന്നു, 2025 ചോദ്യം വന്നിട്ടില്ല. അപ്പോൾ ഈ വർഷം എന്താണ് ജനസംഖ്യാശാസ്ത്രം എന്നുള്ളതിന് പകരം വിവിധ തരം ജനസംഖ്യാശാസ്ത്രങ്ങളായിരിക്കും ചോദ്യം വരിക. അപ്പോൾ 2 തരത്തിലുള്ള ഡെമോഗ്രഫി ഉണ്ട്. ഫോർമൽ ഡെമോഗ്രഫി, അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അളവുകളാണ്. ആളുകളുടെ ജനനം, മരണം, കുടിയേറ്റം, വിവാഹം തുടങ്ങിയവയുടെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള പഠനമാണ് ഫോർമൽ ഡെമോഗ്രഫി. രണ്ടാമത് സോഷ്യൽ ഡെമോഗ്രഫി, സാമൂഹിക ജനസംഖ്യാശാസ്ത്രം, ജനസംഖ്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങളിലേക്ക് ഊന്നൽ നൽകുന്നതാണ്. അപ്പോൾ എന്താണ് ജനസംഖ്യാശാസ്ത്രം എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തെയാണ് ജനസംഖ്യാശാസ്ത്രം എന്നുള്ളത്. 2 തരത്തിലുള്ള ജനസംഖ്യാശാസ്ത്രം നിങ്ങൾ ഓർത്തു വെക്കണം. ഫോർമൽ ഡെമോഗ്രഫി, സോഷ്യൽ ഡെമോഗ്രഫി. ഇത് ഔദ്യോഗികമായിട്ടുള്ള ജനസംഖ്യാശാസ്ത്രമാണ് ഫോർമൽ ഡെമോഗ്രഫി. അതിൽ ക്വാണ്ടിറ്റേറ്റീവാണ്, അഥവാ അളവുകളാണ്. എത്ര ആൾക്കാർ ജനിച്ചു, എത്ര ആൾക്കാർ മരിച്ചു, എത്ര ആൾക്കാർ കുടിയേറ്റം നടത്തി, എത്ര ആൾക്കാരുടെ വിവാഹം, ഇതിൻ്റെയൊക്കെ ഗണിതപരമായിട്ടുള്ള കണക്കാണ്, പഠനമാണ് ഫോർമൽ ഡെമോഗ്രഫി. ദെൻ സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങളിലേക്ക് ഊന്നൽ നൽകുന്നതാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടത്തിൽ പുതിയ വാണിജ്യ സമുദായങ്ങൾ വളർന്നു വരുന്നതിൻ്റെ സാഹചര്യം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. ഇത് മൂന്നാമത്തെ ചോദ്യത്തിൽ നിന്നാണ്. ഓക്കെ, അതായത് കൊളോണിയൽ വൽക്കരണ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അതായത് പുതിയ തുറമുഖ നഗരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അത് നമ്മുടെ ടെക്സ്റ്റിൽ പറയപ്പെടുന്നുണ്ട്. ടെക്സ്റ്റ് മീൻസ് നമ്മുടെ മെറ്റീരിയൽ പറയപ്പെടുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പുതിയ നഗരങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടു. പ്രധാനമായിട്ടും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുള്ള അസംസ്കൃത വസ്തുക്കളായിരുന്നു. ഈ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുറമുഖ നഗരങ്ങൾ ഇതിലെന്തായിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണർന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഇതുപോലെയുള്ള പോർട്ട് സിറ്റികൾ. അപ്പോൾ ഇതൊരു പുതിയ വാണിജ്യ സമുദായങ്ങൾ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളപ്പോൾ തുണിത്തരങ്ങൾ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ഏരിയാസ്, ബോംബെ, അതുപോലെ തന്നെ മദ്രാസ്, അതുപോലെ തന്നെ കൊൽക്കത്ത, ഇതൊക്കെ പുതിയ വാണിജ്യ സമുദായങ്ങൾ വളർന്നു വരുന്നതിനുള്ള സാഹചര്യമായിരുന്നു എന്ന് പറയും. ദെൻ തൊട്ടുകൂടായ്മയിൽ 2 മാനങ്ങൾ, അൺടച്ചബിലിറ്റിയുടെ 2 മാനങ്ങൾ. സിമ്പിളാണ്. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഷനാണ്, അല്ലേ, മാറ്റി നിർത്തലാണ്. അതുപോലെ തന്നെ ശുദ്ധാശുദ്ധം, ഈ 2 കാര്യങ്ങൾ എഴുതിയാൽ മതി, അല്ലേ. സോഷ്യൽ എക്സ്ക്ലൂഷനും അതുപോലെ തന്നെ ശുദ്ധാശുദ്ധം, അതായത് സാമൂഹ്യപരമായിട്ടുള്ള മാറ്റി നിർത്തൽ, ബഹിഷ്കരണം, അതുപോലെ തന്നെ ശുദ്ധാശുദ്ധം, അല്ലെങ്കിൽ എൻഡോഗമി, നമ്മൾ പറഞ്ഞ എൻഡോഗമിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതായത് ഒന്ന് എക്സ്ക്ലൂഷനാണ്, അല്ലേ, എക്സ്ക്ലൂഷൻ, സാമൂഹ്യമായിട്ട് അകറ്റി നിർത്തൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ശുദ്ധാശുദ്ധം, നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ. ചില ജാതികൾ ശുദ്ധജാതിക്കാരും ചില ജാതിക്കാർ. ഓക്കെ, ദെൻ അപമാനിക്കലും കീഴ്പ്പെടുത്തലും മറ്റൊരു ഇതാണ്. അതായത് ഉയർന്ന ജാതിക്കാരുടെ മുന്നിൽ ചെരുപ്പ് ധരിക്കാൻ അനുവദിക്കുക, അവർ മാറിയിട്ട് മറക്കാൻ അനുവദിക്കാതിരിക്കുക, ബഹുമാനിക്കുക, അവരെ കാണുന്ന സമയത്ത് തൊയ്ത് നിൽക്കുക. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഈ തൊട്ടുകൂടായ്മയുടെ പുതിയ രൂപങ്ങളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 രൂപങ്ങളാണ്. അപ്പോൾ ഇതിൽ എക്സ്ക്ലൂഷൻ എന്തായാലും എഴുതി വെക്കുക.
ശുദ്ധാശുദ്ധം, പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി, ഇത് രണ്ടും എഴുതിയാൽ തന്നെ ശുദ്ധാശുദ്ധം, എക്സ്ക്ലൂഷൻ, എൻഡോഗമി, ഇതൊക്കെ ഇതിൻ്റെ മാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ പൗരസമൂഹം, സിവിൽ സൊസൈറ്റി 2024 ചോദ്യം വന്നാണ് എന്താണ് സിവിൽ സൊസൈറ്റി എന്നുള്ളത്. ദെൻ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് അതീതമായിട്ട് ജനങ്ങളെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനെയാണ്, അതിനു വേണ്ടിയിട്ട് കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടുന്നതിനാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിവിൽ സൊസൈറ്റി എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, പൗരന്മാർ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന മേഖലയാണ് സിവിൽ സൊസൈറ്റി എന്നുള്ളത്. ഇവിടെ വ്യക്തികൾ, ഇത് 2 മാർക്കിന് 2-3 ലൈൻസിലാണ് എഴുതേണ്ടത്, ഇത്രയൊന്നും എഴുതണ്ട. ഇത് ഞാൻ അതൊന്ന് വിശദീകരിക്കുകയാണ്, കാരണം ഇത് ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഇത് നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്താണ് സിവിൽ സൊസൈറ്റി എന്നാണ് പറയുന്നത് അല്ലേ? അതായത് കുടുംബത്തിൻ്റെ സ്വകാര്യ മണ്ഡലത്തിന് അപ്പുറമുള്ള രാഷ്ട്രത്തിനും വിപണിക്കും പുറത്തു കിടക്കുന്ന വിശാലമായിട്ടുള്ള മേഖലയാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരുകയും സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു, സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നു. ഇത് പൊതുപ്രശ്നങ്ങളിൽ അവർ പൗരന്മാർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു മേഖലയായിട്ട് വരുന്നു. അവർ സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. അതായത് ഇപ്പോൾ മാലിന്യ പ്രശ്നമാവട്ടെ, ദെൻ മറ്റുള്ള ഈ വനവൽക്കരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനെ പൗരസമൂഹത്തിൻ്റെ മാനദണ്ഡം പറയപ്പെടുന്നത് അവർ സംഘടന രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള, രാഷ്ട്രത്തിൻ്റെ അതായത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാവരുത്. ഇത്തരത്തിലുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആയിരിക്കും, ഗവൺമെൻറ്റിൻ്റെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണത്തിൽ ഇല്ലാത്തതായിരിക്കും. അതുപോലെ തന്നെ അവിടെ ലാഭം നോക്കിയിട്ടല്ല ആൾക്കാർ പ്രവർത്തിക്കുന്നത്, സേവനമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇതാണ് പൗരസമൂഹത്തിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, നിരവധി പൗരസമൂഹങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ദെൻ അടുത്തത് ഫ്ലെക്സി ടൈമാണ്. ഇത് കഴിഞ്ഞതിൽ 2024 വേർച്വൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. വേർച്വൽ മാർക്കറ്റ്, ഓൺലൈൻ മാർക്കറ്റിനാണ് വേർച്വൽ മാർക്കറ്റ്. ഫ്ലെക്സി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അല്ല, തൊഴിൽ മേഖലയിൽ ജീവനക്കാർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നതിന് സമയം ക്രമീകരിക്കാൻ നൽകുന്ന സ്വാതന്ത്ര്യത്തെയാണ് ഫ്ലെക്സി ടൈം അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ആധുനിക IT 24 hours into 7, അതായത് 24/7 ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ ഷിഫ്റ്റ്, അത് അവരുടെ ഇഷ്ടത്തിന്, രാവിലെ വർക്ക് ചെയ്യുന്നവർക്ക് രാവിലെ വർക്ക് ചെയ്യാം, ദെൻ ഉച്ചയ്ക്ക് വൈകിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വൈകിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ തൊഴിൽ മേഖലയിൽ ജീവനക്കാർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നതിനാണ്. ഇപ്പോൾ കോൾ സെൻറ്ററുകളിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോൾ സെൻറ്ററുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് രാവിലെ 6 മണി മുതൽ 12 മണി വരെ, 12 മണി മുതൽ വൈകിട്ട് 6 മണി വരെ, ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഫ്ലെക്സി ടൈം എന്ന് പറയപ്പെടുന്നത്. ഇത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ദെൻ അടുത്ത പാർട്ട്, തേർഡ് പാർട്ട് 16 മുതൽ 19 വരെയുള്ള 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും 3 എഴുതാം. ഇതിൽ 2024 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ചരക്കുവൽക്കരണം. ദെൻ സാമൂഹ്യ പ്രസ്ഥാനം 2024-ലും 2025-ലും ചോദിച്ചിട്ടുണ്ട്. ദെൻ സാമൂഹ്യ ഭൂപടം. ഓക്കെ, അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ 2024 ചോദിച്ച ചോദ്യങ്ങളാണ്. ദെൻ സാമൂഹ്യ ഭൂപടം സ്വയം പ്രതിഫലനം തമ്മിലുള്ള വേർതിരിവ്. ഇതാണ് ഫസ്റ്റത്തെ ചോദ്യം. ചരക്കുവൽക്കരണത്തെക്കുറിച്ച് ഉദാഹരണ സഹിതം, കഴിഞ്ഞ വർഷത്തെ അതായത് 2024 ചോദ്യപേപ്പറിലും എന്താണ് ചരക്കുവൽക്കരണം ഉദാഹരണ സഹിതം. ദെൻ ഇന്ത്യൻ റേഡിയോ രംഗത്തെ ആഗോളവൽക്കരണം ചെലുത്തിയ സ്വാധീനങ്ങൾ, അതായത് പ്രൈവറ്റ് റേഡിയോസ്, FM റേഡിയോസിൻ്റെ ഉദയമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് അല്ലേ, സാമൂഹ്യ ഭൂപടം. ഓക്കെ, സോഷ്യൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനം, ജോഗ്രഫിക്കലായിട്ടുള്ള നമ്മുടെ സ്ഥാനമാണ്. ഇന്ന പ്രദേശത്ത്, ഇന്ന ഭാഗത്ത് അല്ലേ, റോഡിന് ഏത് വശത്താണ് നമ്മൾ എന്നുള്ളതാണ് ജോഗ്രഫിക്കൽ മാപ്പ്. എന്നാൽ വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തെയാണ് സോഷ്യോളജിക്കൽ മാപ്പ് എന്നറിയപ്പെടുന്നത്. ഇന്ന ആളുടെ മകൻ ഇന്ന കുടുംബത്തിൽ, ഇന്ന ജാതിയിൽ എന്നുള്ള അടയാളപ്പെടുത്തുന്നതാണ്, ഇന്ന ലിംഗത്തിൽപ്പെട്ട ആളാണ്. ഇങ്ങനെയുള്ള മാപ്പിനെയാണ് സോഷ്യോളജിക്കൽ മാപ്പ് എന്ന് പറയുന്നത്, സാമൂഹ്യശാസ്ത്ര ഭൂപടം എന്ന് പറയുന്നത്. എന്നാൽ സ്വയം പ്രതിഫലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലൂടെ, മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മൾ സ്വയം പ്രതിഫലനം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്വയം പ്രതിഫലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സ്വയം പ്രതിഫലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ തനിക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് സ്വന്തം പ്രവർത്തനം, അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ
പ്രവർത്തനത്തെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണുന്നതിനെയാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്, അല്ലേ? മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണാനുള്ള ശേഷിയെ സ്വയം ഇത് നമ്മളുടെ പഠനത്തിൽ, സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ അത് ഉപകാരം ചെയ്യുമെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പഠനത്തെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ വിലയിരുത്താൻ, അതാണ് സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലേ? മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളുടെ പഠനത്തെ. അപ്പോൾ ആത്മനിഷ്ഠപരമായിട്ടുള്ള പഠനത്തെക്കാളും നല്ലതാണ് വസ്തുനിഷ്ഠാപരമായിട്ടുള്ള പഠനം. നമ്മൾ നമ്മുടെ കണ്ണിലൂടെ നമ്മളെ പഠനത്തെ കാണുമ്പോൾ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത് ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അത് ആത്മനിഷ്ഠയാണ്. ദെൻ അതിനേക്കാളും ഒബ്ജക്റ്റിവിറ്റിയാണ് വേണ്ടത്, വസ്തുനിഷ്ഠയാണ് വേണ്ടത്. അത് മറ്റുള്ളവരുടെ കണ്ണിലൂടെ, അല്ലേ, വിലയിരുത്തുമ്പോഴാണ്. അതിനെയാണ് സ്വയം പ്രതിഫലനം. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ വീക്ഷിക്കുമ്പോഴാണ് സ്വയം പ്രതിഫലനം ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. അടുത്ത ഇന്ത്യൻ റേഡിയോ രംഗത്ത് ആഗോളവൽക്കരണം നടത്തിയിട്ടുള്ള സ്വാധീനം, അതൊരു ജനറൽ ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ലാസ്റ്റത്തെ തൊട്ടു മുമ്പുള്ള മീഡിയാസ്, അല്ലെ, മാസ് മീഡിയാസ് എന്നുള്ള പാഠത്തു നിന്നാണ്. ആഗോളവൽക്കരണം ഇന്ത്യൻ റേഡിയോ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഒന്ന്, സ്വകാര്യ FM ചാനൽ. അല്ലെ, ആഗോളവൽക്കരണത്തിന് മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോസ് മാത്രമായിരുന്നു, അഥവാ സർക്കാർ നിയന്ത്രണത്തിലുള്ള റേഡിയോ ചാനലുകളാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അതെന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇന്ന് വിനോദ പരിപാടികളുടെ, ഇന്ന് FM റേഡിയോ എന്നുള്ളത് ആദ്യ കാലഘട്ടത്തിൽ കേവലം ഒരു വാർത്താ മാധ്യമം എന്ന നിലയിലുപരി 24 മണിക്കൂറും പാട്ടുകളും വിനോദ പരിപാടികളും നൽകുന്ന ജനപ്രിയമാണ്, അല്ലെ? 24 hours. ഇപ്പോൾ റേഡിയോ മാംഗോ, ദെൻ റെഡ് FM പോലെയുള്ള, എന്താ പറയുക, 24/7, 24 മണിക്കൂറും ആഴ്ചയിൽ എല്ലാ ദിവസവും ഏത് സമയത്തും രാത്രിയും പകലൊന്നുമില്ലാതെ ഇങ്ങനെ റേഡിയോ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ റേഡിയോ എന്നുള്ളത് വാർത്താ വിതരണ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വാർത്താധിഷ്ഠിത പരിപാടികളും വിനോദ പരിപാടികളുമാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ FM റേഡിയോകളിലൂടെ വരുന്നത് എന്നുള്ളത്. ദെൻ RJകൾ, അല്ലേ, പ്രാദേശിക റേഡിയോ ജോക്കികൾ വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുന്നതും അവരുടെ പ്രാദേശിക ശൈലിയിലും അവരെ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ RJs, പിന്നെ അതുപോലെ തന്നെ പരസ്യ വരുമാനങ്ങൾ, ഇതൊക്കെ ഇന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഒന്നും കൂടി റേഡിയോ ഇന്ന് ജനപ്രിയമായിട്ട് മാറി എന്നുള്ളതാണ്. FM റേഡിയോ, AM റേഡിയോക്കാളും, അല്ലേ, ഫ്രീക്വൻസി മൊഡ്യൂളായിട്ടുള്ള റേഡിയോസുകൾ, അഥവാ FM റേഡിയോസ് ചാനലുകൾ ഇന്ന് ധാരാളം, സ്വകാര്യ FM ചാനലുകൾ ധാരാളം. ഇനി കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഏത് 4 സവിശേഷ സോഷ്യൽ മൂവ്മെൻറ്റ്. ഒന്ന്, കളക്റ്റീവ് ആക്ഷൻ. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടായ പ്രവർത്തനങ്ങളാണ്. അതായത് നമ്മൾ പറയും, ഇപ്പോൾ സതി നിർത്തലാക്കിയതൊരു സാമൂഹ്യ പ്രസ്ഥാനമാണ്, അത് കൂട്ടായ പ്രവർത്തനമാണ്. രാജാറാം മോഹൻ റോയ് മാത്രമല്ല, വില്യം ബെൻഡിക്കും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയത് കൊണ്ടാണ്. അതിനൊരു ഐഡിയോളജി ഉണ്ടാവും, വ്യക്തമായിട്ടുള്ള ലക്ഷ്യവും പ്രത്യായ ശാസ്ത്രമുണ്ടാവും, അതിനൊരു ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ഉണ്ടാവും, അതിനൊരു സംഘാടനവും നേതൃത്വം ഉണ്ടാവും. ദെൻ അതിനൊരു സസ്റ്റെയിൻഡ് ആക്ഷൻ ഉണ്ടായിരിക്കും, തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിന് ഒന്നാമത്തെ കളക്റ്റീവ് ആക്ഷനാണ്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ അലിഗഡ് മൂവ്മെൻ്റ് ആവട്ടെ, ദെൻ ജ്യോതിബ ഫുലെയുടെ ഇതാവട്ടെ, ആര്യ സമാജ് ആവട്ടെ, ദെൻ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം, ഒരു വ്യക്തി മാത്രമല്ല, ദെൻ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുടെ കളക്റ്റീവ് ആക്ഷൻ, കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത്. രണ്ടാമത്തത്, അതിനൊരു ഐഡിയോളജി ഉണ്ടാവും, അല്ലേ, ഐഡിയോളജി ഉണ്ടാവും. ഉദാഹരണത്തിൽ ആൻറ്റി തമിഴ് മൂവ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ പെരിയാർ EV സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, അല്ലേ, സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. അപ്പം അതിനൊരു ഐഡിയോളജി ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ സാമൂഹ്യ പ്രസ്ഥാനത്തിനും ഒരു ഐഡിയോളജി ഉണ്ടായിരിക്കും. മൂന്നാമതായിട്ട് അതിനൊരു സംഘാടനം ഉണ്ടാവും, നേതൃത്വം ഉണ്ടാവും. ഓരോ നേതൃത്വം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വം ഉണ്ടാവും. ദെൻ ഇതൊരു പ്രവർത്തനം തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്യലല്ല, ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ 4 സവിശേഷതകളായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, സവിശേഷതകൾ: കൂട്ടായ പ്രവർത്തനം, എയിം ആൻഡ് ഐഡിയോളജി, വ്യക്തമായിട്ടുള്ള ലക്ഷ്യം, പ്രത്യയശാസ്ത്രം, ലീഡർഷിപ്പ് ഉണ്ടാവും, ദെൻ കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നുള്ളത്. ദെൻ 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങൾ, ഇതിൽ നമ്മുടെ മാച്ച് ദ ഫോളോയിങ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്.
നമ്മളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പറയുന്ന സമയത്ത് 5 മാർക്കിൻ്റെ ഈ ഭാഗത്താണ് സോഷ്യോളജിയിൽ മാച്ച് ദ ഫോളോയിങ്സ് വരിക. ബാക്കിയുള്ളതിലൊക്കെ 3 മാർക്കും 2 മാർക്കും 3 മാർക്ക് 4 മാർക്ക് ആണെങ്കിൽ സോഷ്യോളജിയിൽ മാച്ച് ദ ഫോളോയിങ്സിൽ 5 മാർക്കാണ്. അപ്പോൾ ഈ 20 മുതൽ 25 ഏതെങ്കിലും 3 ഉത്തരം എഴുതണം. ആ സമയത്ത് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാച്ച് ദ ഫോളോയിങ്സ് ആണ്. കാരണം പറഞ്ഞു മാച്ച് ദ ഫോളോയിങ്സിൽ മാർക്ക് കുറക്കാൻ, അതായത് നമ്മുടെ ഷോർട്ട് എസ്സേകൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലൊക്കെ മാർക്ക് കുറക്കാൻ സാധിക്കും. പക്ഷേ മാച്ച് ദ ഫോളോയിങ്സിൽ ഒരിക്കലും മാർക്ക് കുറക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മാച്ച് ദ ഫോളോയിങ്സ് ആണ്. അപ്പോൾ ആര്യ സമാജ് നിങ്ങൾക്കറിയാം എവിടെയായിരുന്നു ഇത്. നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സംസ്കൃതവൽക്കരണം അറിയുന്ന എഴുതാം. ദെൻ ബഹുവിവാഹം, ദെൻ അത് ജഹനാര ഷാനവാസ്, ദെൻ ഇന്ദുപ്രകാശുണ്ട്, ബ്രഹ്മസമാജുണ്ട്, ആര്യസമാജുണ്ട്. ആര്യസമാജ് നമുക്കറിയാം, ആര്യസമാജ് പഞ്ചാബിലായിരുന്നു, ബ്രഹ്മസമാജ് ബംഗാളിലായിരുന്നു. ദെൻ ഇന്ദുപ്രകാശ് വിദ്യാസാഗർ, വിദ്യാസാഗറിന് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിൻ്റെ ജേണലായിരുന്നു ഇന്ദുപ്രകാശ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്തതാണ്. ദെൻ നമുക്കിനി ഇതിലെ ജാതി വ്യവസ്ഥയുടെ 5 സവിശേഷതകൾ. ഇത് നിങ്ങൾക്ക് ജാതി വ്യവസ്ഥയുടെ 5 സവിശേഷതകൾ ഈ പറയുന്നതല്ല അല്ലേ. നമ്മൾ ജാതി വ്യവസ്ഥയുടെ 5 സവിശേഷത എന്ന് പറഞ്ഞാൽ അത് സാമൂഹികമായിട്ട്, ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള അസമത്വമാണ്. ഒന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതൊരു ഡിവിഷൻ ഓഫ് സൊസൈറ്റിയാണ്. അതിന് എന്തുണ്ടാവും, ശ്രേണിവൽക്കരണമുണ്ട്. ഒന്ന് സാമൂഹ്യമായിട്ടുള്ള അസമത്വമാണ്, ഒരു പോയിന്റ്. 2 ശ്രേണിവൽക്കരണമുണ്ട്, ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതി. ദെൻ ഭക്ഷണങ്ങൾ പങ്കുവെക്കുന്നതിലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഭക്ഷണങ്ങൾ പങ്കുവെക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദെൻ സ്വഗണ വിവാഹം മാത്രമേ, എൻഡോഗമി മാത്രമുള്ളൂ. നമ്മൾ അന്തർവിവാഹം എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്, സ്വഗണ വിവാഹമാണ്. ദെൻ തൊഴിൽ തിരഞ്ഞെടുപ്പിൽ നിയന്ത്രണമുണ്ട്. ഈ 5 എഴുതിയാൽ മതി. ഒന്ന് എന്താണ്, ഡിവിഷൻ ഓഫ് സൊസൈറ്റി, അഥവാ സമൂഹത്തിൽ എന്തുണ്ട്, വിഭജനമുണ്ട്. അതായത് സോഷ്യൽ ഇനീക്വാളിറ്റിയാണ് സാമൂഹ്യപരമായിട്ടുള്ള അസമത്വം. ജാതീയതയുടെ അടിസ്ഥാനം തന്നെ സാമൂഹ്യപരമായിട്ടുള്ള അടിസ്ഥാനമാണ്. ദെൻ ശ്രേണിവൽക്കരണം ഉണ്ട്. 2ാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മിച്ച് എഴുതാൻ പറ്റും. ശ്രേണിവൽക്കരണമാണ്. ഉച്ചനീചത്വമുണ്ട്, ഉയർന്ന ജാതി, ബ്രാഹ്മണർ ഉയർന്നവർ അല്ലേ, ശൂദ്രർ ഏറ്റവും താഴെ അല്ലേ. ദെൻ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ പങ്കുവെക്കുന്നതിൽ നിയന്ത്രണം. അതായത് സമപന്തി ഭോജനമൊക്കെ പെരിയാറൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. സമപന്തി ഭോജനം അയ്യങ്കാളിയൊക്കെ കൊണ്ടുവന്നുള്ളത്. എല്ലാവരും ഒരുമിച്ച് ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ദെൻ എൻഡോഗമിയാണ്, റെസ്ട്രിക്റ്റഡ് ഇൻ മാരേജ് ആണ്. സ്വന്തം ഗണത്തിലേക്ക് മാത്രമേ മാരേജ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതുപോലെ തന്നെ തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ നിയന്ത്രണം. ഒരാൾക്ക് താഴ്ന്ന ജാതിക്കാരന് ഒരിക്കലും ബ്രാഹ്മണർ ചെയ്യുന്ന പൂജാവിധികൾ ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നു എന്നാണ്. ഓരോ ജാതിക്കും ഇന്ന തൊഴിലാണ് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയാം. ഇനി അടുത്തത് ആഗോളവൽക്കരണത്തിന് 4 മാനങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, 2024 ചോദിച്ചിട്ടുണ്ട്, 2025 ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക് ആയിട്ടുള്ള ഡയമെൻഷൻ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, കൾച്ചറലായിട്ട്, ടെക്നോളജിക്കലായിട്ടുള്ള ഡയമെൻഷൻ, 4 മാനങ്ങളുണ്ട്. അപ്പോൾ ഇത് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആ 5 മാർക്കിന് എഴുതുമ്പോൾ കുറച്ച് വിശദീകരിച്ച് എഴുതണം. എന്താണ് ഓരോന്നും വിശദീകരിച്ച് എഴുതുക. ഒന്ന് സാമ്പത്തിക മാനം. നമ്മൾ പറയാം ബഹുരാഷ്ട്ര കുത്തക കമ്പനികളൊക്കെ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് അവയുടെ ഒഴുക്കുണ്ടായി അല്ലേ. അതായത് ആഗോള സമന്വയം, ഇന്ത്യ അടക്കമുള്ള നമ്മൾ 1990 ആഗോളവൽക്കരണം അവലംബിച്ചതോടുകൂടി ഇന്ത്യ ലോക വിപണിയുടെ ഭാഗമായി സമന്വയിപ്പിച്ചു. അതോടുകൂടി മൂലധനത്തിൻ്റെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹുരാഷ്ട്ര കമ്പനികളുടെയും കടന്നുവരവുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമാനം ഉണ്ടായിട്ടുണ്ട്. WTO, UN, IMF, വേൾഡ് ബാങ്ക് ഇവരൊക്കെ നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് ഡിസിഷനുകളിലൊക്കെ ഇവരെ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടാക്സ് കൂട്ടുന്നു, വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ടാക്സ് കൂട്ടാൻ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ WTO പറയുന്നത് പോലെ, IMF പറയുന്നത് പോലെ, വേൾഡ് ബാങ്ക് പറയുന്നത് പോലെയൊക്കെയാണ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കവും ഒക്കെ തീരുമാനിക്കുന്നത് നമുക്ക് ഒരിക്കലും ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കില്ല. IMF, വേൾഡ് ബാങ്ക് ഇവരുടെ നോംസൊക്കെ കണ്ടീഷൻ വെച്ചിട്ടാണ്. ഇനി അതായത് സാംസ്കാരിക മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗോളവൽക്കരണം നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ജീവിത രീതിയിലും ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പാശ്ചാത്യ ഭക്ഷണ രീതി, വസ്ത്രധാരണം, സിനിമകൾ, സംഗീതങ്ങൾ ഇതൊക്കെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനടുത്തത്
ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലോക്കലൈസേഷൻ നമ്മൾ പറഞ്ഞു. ചോദ്യം വരുന്നതാണ്, ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ എന്ത് ചെയ്യാൻ കൂടിക്കലരുന്നതിനെയാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ആഗോള സംസ്കാരം അതിൻ്റെ കൂടെ ലോക്കൽ സംസ്കാരങ്ങളും കൂടിച്ചേരുന്നതിനാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ സാമ്പത്തികമാനം സാമ്പത്തികമാനം പറഞ്ഞാണ് സാങ്കേതികമാനം അല്ലേ. ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ്, ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. സാമ്പത്തികമാനം വിദേശ കമ്പനികളുടെയും വിദേശ നിക്ഷേപത്തിൻ്റെയും കടന്നുവരവ്. രാഷ്ട്രീയമാനം WTO, UN, IMF, വേൾഡ് ബാങ്ക് ഇവരെല്ലാവരും നമ്മുടെ നമ്മളൊക്കെ പരമാധികാര രാഷ്ട്രങ്ങളാണ്. അഥവാ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ തീരുമാനിക്കാൻ അധികാരമുള്ളതാണ്. പക്ഷേ എന്നാലും സാമ്പത്തികമായിട്ടുള്ള ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്ന സമയത്ത് ഇവർ സ്വാധീനിക്കപ്പെടും എന്നുള്ളതാണ്. എനിക്ക് സാംസ്കാരികമാനം നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭക്ഷണ രീതിയിലും വസ്ത്ര രീതിയിലും വിനോദങ്ങളിലൊക്കെ ഈ ആഗോളവൽക്കരണം സ്വാധീനിക്കുന്നു. സാങ്കേതികമാനം, ടെക്നോളജിക്കൽ ഡൈമെൻഷൻ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയാസ്, ഇതെല്ലാം വിവരങ്ങൾ അല്ലെ, ഗ്ലോബൽ വില്ലേജ് എന്നുള്ളതായി നിമിഷ നേരം കൊണ്ട് ഇപ്പോൾ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് നിമിഷ നേരം കൊണ്ട് ആൾക്കാരുടെ വിരൽത്തുമ്പിലെത്തി എന്നുള്ളതാണ്. ദെൻ വ്യവസായവൽക്കരണം, നഗരവൽക്കരണം. ഈ ഭാഗത്തെ അവസാന ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ വ്യവസായവൽക്കരണം, നഗരവൽക്കരണം ഒന്നിച്ചുള്ള പ്രക്രിയയാണ്. ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് വ്യവസായവൽക്കരണം കൊണ്ടാണ് നഗരവൽക്കരണം ഉണ്ടാവുന്നത്. ഇപ്പോൾ യൂറോപ്പിലെ വ്യവസായവൽക്കരണത്തെ തുടർന്നാണ് നഗരവൽക്കരണം രൂപീകരിക്കപ്പെട്ടത്. എല്ലാ സമൂഹങ്ങളും അങ്ങനെയാണ്. അപ്പോൾ വ്യവസായവൽക്കരണവും നഗരവൽക്കരണം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നില്ലാതെ മറ്റൊന്ന് പൂർണ്ണമാകില്ല അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് വ്യവസായവൽക്കരണത്തിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം തൊഴിൽ തേടിയുള്ള ആൾക്കാർ എവിടേക്ക് കുടിയേറാൻ തുടങ്ങും? ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിൽ. അപ്പോൾ അതെന്താവും? നഗരവൽക്കരണമാവും എന്നുള്ളത്. ദെൻ ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് മാറും. അതായത് പുതിയ ഫാക്ടറികളും മറ്റൊക്കെ ഗ്രാമീണ മേഖലയിലൊക്കെ വരുന്നു. ഒരു ഫാക്ടറി ഗ്രാമീണ മേഖലയിൽ വന്നാൽ അവിടേക്ക് തൊഴിൽ അന്വേഷിച്ച ആൾക്കാർ വരുന്നു. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള റോഡ്, അതുപോലെ തന്നെ മറ്റുള്ള വികസനങ്ങൾ, ബാങ്ക്, സ്കൂള്, ആശുപത്രികൾ. ഒരു നഗരത്തിൽ കൂടുതൽ ഒരു ഗ്രാമത്തിലേക്ക് കൂടുതൽ ആൾക്കാർ തൊഴിൽ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ക്രമേണ ആ ഗ്രാമം നഗരമായിട്ട് മാറും. ദെൻ അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് റോഡുകൾ, റെയിൽവേ, വൈദ്യുതി, ബാങ്കിങ് സൗകര്യങ്ങൾ എന്നിവ ആവശ്യമാണ്. ഈ സൗകര്യങ്ങൾ സ്വാഭാവികമായും ആ പ്രദേശത്തെ നഗരവൽക്കരണത്തിലേക്ക് നയിക്കും. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുംബൈ, കൽക്കത്ത, ചെന്നൈ തുടങ്ങിയ നഗരങ്ങൾ വികസിച്ചത് അവിടുത്തെ വ്യവസായങ്ങളുടെയും തുറമുഖങ്ങളുടെയും വളർച്ചയെ കൊണ്ടാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സോഷ്യോളജിയിലെ മൂന്നാമത്തെ സെറ്റാണ്. ആദ്യം 2024 ആദ്യം വൺ വേർഡ് പറഞ്ഞു, മാറ്റർ ഫോളോയിങ്സ് പറഞ്ഞു. ദെൻ രണ്ടാമത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് 2025. ഇനി കമ്പൈൻ ചെയ്തിട്ട് 2024-25 6 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ, അതേപോലെ തന്നെ റെഗുലർ വിദ്യാർത്ഥികളുടെ 6 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 3 ക്വസ്റ്റ്യൻ പേപ്പർ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. ദെൻ നമുക്ക് പരീക്ഷയുടെ തൊട്ട് തലേന്ന് നമുക്കൊരു ലാസ്റ്റ് ടൈം റിവിഷനായിട്ട് നമുക്ക് ഒരു ഓടിച്ച് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ദെൻ അപ് ടു യു, അത് നിങ്ങൾക്ക് വായിച്ചാൽ മതിയെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോഷ്യോളജി നന്നായിട്ട് പഠിക്കുക, വായിക്കുക, സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, വീഡിയോസ് കാണാം. ഓക്കെ, താങ്ക് യു.